ഒരു സമയത്ത് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വളരെയധികം കഷ്ടപ്പാടായിരുന്നു, പാടായിരുന്നു. അങ്ങനെയൊന്നും കിട്ടത്തില്ല. നമ്മൾ എന്തെല്ലാം ഡോക്യുമെന്റുകൾ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്താലും ബാങ്കുകൾ നമുക്ക് തരില്ലായിരുന്നു. എന്നാൽ ഇന്ന് ബാങ്കുകൾ പുറകെ നടക്കുകയാണ്, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട്. ഷോപ്പിംഗ് മാളുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബ്രോഷറും പിടിച്ച് നിൽക്കുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഓൺലൈനിൽ അഡ്വർടൈസ്മെന്റിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ ബാങ്ക് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണോ വേണ്ടയോ എന്നതിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇന്ന് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡുകൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ഒരു വരുമാനവുമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വരെ ഇന്ന് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ ബാങ്ക് വില്ലിങ് ആണ്. അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക തന്നെ വേണം, അവരുടെ ടാർഗറ്റ് അവർക്ക് അച്ചീവ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത്? അതായത് RBI ധാരാളം നോട്ടുകൾ അച്ചടിക്കുന്നുണ്ട്. ഈ നോട്ടുകൾ അല്ലെങ്കിൽ ഈ പണം താഴെ തട്ടിലോട്ട് എത്തേണ്ടത് RBIയുടെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇത് ബാങ്കിനും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, RBI നേരെ ബാങ്കുകൾക്ക് ഈ നോട്ടുകൾ കൊടുക്കും. അപ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊരു ഇൻട്രസ്റ്റ് RBIക്ക് കൊടുക്കണം. അപ്പോൾ ബാങ്ക് എന്താണ് ചെയ്യുന്നത്, ബാങ്ക് ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, ക്രെഡിറ്റ് കാർഡുകൾ, പേഴ്സണൽ ലോണുകൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് വാരിക്കോരി ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുന്നത്. എന്നാൽ മികച്ച രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ ഇതൊരു ട്രാപ്പാണ്. അതേപോലെ തന്നെ മികച്ച രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു ടൂള് വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ക്രെഡിറ്റ് കാർഡിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇത് എങ്ങനെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വിശദമാക്കുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെയുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യഘട്ടത്തിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഗുണത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. 4 ഗുണങ്ങളാണ് പ്രധാനമായും ഉള്ളതെങ്കിലും 2 ഗുണമാണ് പ്രത്യേകിച്ച് നമ്മളെ ക്രെഡിറ്റ് കാർഡിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, ക്യാഷ് ബാക്ക്. നമ്മൾ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ വഴി, ആമസോൺ വഴിയും ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു MRPക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് ഈ ക്രെഡിറ്റ് കാർഡ് ത്രൂ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 10%, 15%, 20% ഒക്കെ ഡിസ്കൗണ്ട് നമുക്ക് എക്സ്ട്രാ കിട്ടും. ഇതാണ് ഒന്നാമതായി നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. 45 ദിവസത്തേക്ക് പലിശരഹിത വായ്പയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്രെഡിറ്റ് കാർഡിലെ പണം നമുക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടുമാണ് പ്രധാനമായും അട്രാക്റ്റ് ചെയ്യുന്നത്. എന്നാൽ മറ്റ് 2 ഗുണം കൂടിയുണ്ട്. ഒന്ന്, റിവാർഡ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓരോ പർച്ചേസിന് സമയത്തും നമുക്ക് റിവാർഡ് പോയിന്റുകൾ, ഓരോ സ്വൈപ്പിങ്ങിന്റെ സമയത്തും നമുക്ക് റിവാർഡ് പോയിന്റുകൾ കിട്ടുന്നുണ്ട്. ഈ റിവാർഡ് പോയിന്റുകൾ നമുക്ക് ക്ലെയിം ചെയ്യാം, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ സിബിൽ സ്കോർ ഇല്ലാത്തവർക്ക് സിബിൽ സ്കോർ വളരെ എളുപ്പത്തിൽ ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച ഒരു ടൂളാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 4 ഗുണങ്ങളാണ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. ഇനി ഇതിൻ്റെ ദോഷങ്ങളെ കുറിച്ച് സംസാരിക്കാം. സാധാരണ നമ്മൾ ലോൺ എടുക്കുന്നത് എന്തിനാണ്? ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിലേക്ക് ക്യാഷ് തികഞ്ഞില്ലെങ്കിൽ ആ ക്യാഷ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് നമ്മൾ ലോൺ എടുക്കുന്നത്. എന്നാൽ ക്രെഡിറ്റ് കാർഡ് അങ്ങനെയല്ല. മറിച്ച് നമ്മളിലേക്ക് ഒരു മോശം സാമ്പത്തിക ശീലം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ക്രെഡിറ്റ് കാർഡ്. അതായത് ഷോപ്പിങ്ങിനാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, ആണല്ലോ, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, ഫുഡിന് വേണ്ടി, ഷോപ്പിങ്ങിന് വേണ്ടി, ഇത് 3മാണ് ക്രെഡിറ്റ് കാർഡ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 3ഉം ഒരു സാമ്പത്തിക ശീലമാണ്, അല്ലെങ്കിൽ മോശം സാമ്പത്തിക ശീലമാണ്. ഇത് നമ്മൾ അറിയാതെ ഡെവലപ്പ് ആകുന്ന ശീലമാണ്. അതായത് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും. അതായത് ക്രെഡിറ്റ് കാർഡിലുള്ള ക്യാഷ് നമ്മളുടേതല്ല, അതൊരു കടമാണ് എന്ന ഓർമ്മ വേണം. അതില്ലാതെ നമ്മളുടെ ക്യാഷ് എന്ന വണ്ണം നമ്മൾ ഓരോ പ്രാവശ്യം ഉരയ്ക്കുമ്പോഴും ബാങ്കിന് സന്തോഷമാണ്. കാരണം നാളെ കിട്ടിയില്ലെങ്കിൽ വളരെ വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇതിൻ്റെ പുറകിൽ വരുന്നത്. സാധാരണ ഒരു പേഴ്സണൽ ലോണിനൊക്കെ എത്ര ഇൻട്രസ്റ്റ് ആണ് വരുന്നത്? ഒരു 15% ഒക്കെ നമുക്ക് വരാം. എന്നാൽ ക്രെഡിറ്റ് കാർഡിന് എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ? 35% മുതൽ 40% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അതായത് ഇരട്ടിയിലധികം.
മോശം സ്വഭാവശീലം നമ്മൾ ഡെവലപ്പായി കറക്റ്റ് സമയത്ത് പേയ്മെന്റ് അടച്ചില്ലെങ്കിൽ ബാങ്കിന് സന്തോഷമാണ്, അത്രയും വലിയ ഇൻട്രസ്റ്റ് ആണ് ബാങ്കിന് കിട്ടുന്നത്. സാധാരണ ഹോം ലോൺ അല്ലെങ്കിൽ കാർ ലോൺ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എന്ന് പേര് വിളിക്കുന്ന ലോണുകൾക്കൊക്കെ തന്നെ 15% താഴെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിലും ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ടൂളിന് 35%ഉം 40%ഉമാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അടുത്തതായി ക്രെഡിറ്റ് കാർഡിന്റെ ഏറ്റവും വലിയൊരു ട്രാപ്പാണ് മിനിമം പേയ്മെന്റ് അടച്ച് സെറ്റിൽ ചെയ്യുക എന്നത്. അതായത് കുടിശ്ശികയുള്ള പണം എത്രയാണ്, അടയ്ക്കാനുള്ള പണം എത്രയാണ്, അതിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് മാത്രം അടച്ച് സെറ്റിൽ ചെയ്യുക. ഒരു ദീർഘവീക്ഷണത്തോടെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇത് വളരെ വലിയൊരു ട്രാപ്പാണ്. അതായത് ഒന്ന് മോശം സാമ്പത്തിക ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്തു, അതിനുശേഷം കൃത്യമായിട്ട് നമുക്ക് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് വളരെ വലിയൊരു കടക്കണിയിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കും. ഇത് വളരെ വലിയൊരു ട്രാപ്പാണ്. അതായത് മിനിമം എമൗണ്ട് അടച്ച് സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സ്മാർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും? എന്നാൽ ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഡെബിറ്റ് കാർഡിനേക്കാൾ വളരെയധികം വിലപ്പെട്ട ഒരു ഫിനാൻഷ്യൽ ടൂളാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അത് ഓരോന്നായി വിശദമാക്കാം. ഒന്ന്, നമുക്ക് പലിശരഹിത വായ്പ ലഭിക്കുന്നുണ്ട് എന്നത് ഒരു സത്യാവസ്ഥ തന്നെയാണ്. എന്നാൽ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണ്? ക്രെഡിറ്റ് ലിമിറ്റിന്റെ 100% ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് 60% വരുന്ന എമൗണ്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് എത്രയാണ് ലിമിറ്റ് കിട്ടുന്നത് എന്നും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇന്ന് സ്റ്റുഡൻസിനൊക്കെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ക്രെഡിറ്റ് കാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് വർഷം നമ്മൾ മെയിൻ്റെനൻസ് ഫീ ഒരു AMC നമ്മൾ അടക്കേണ്ടി വരുന്നുണ്ട്. അത് ഓരോ ക്രെഡിറ്റ് കാർഡിനനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ലെവലിലാണ് വരുന്നത്. എന്നാൽ സ്റ്റുഡൻസ് എന്തിനായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്? ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ ചെറിയ ലിമിറ്റ് മാത്രമായിരിക്കും സ്റ്റുഡൻസിന് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ളത്, ആണല്ലോ, ചെറിയ ലിമിറ്റ് മാത്രം. എന്നാൽ 2 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ഉപയോഗിച്ചാൽ മാത്രമായിരിക്കും ഈ ചാർജ് AMC ഒഴിവായി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് ചെയ്ത് ഈ ശരാശരി 20,000 രൂപയൊക്കെയാണ് ലിമിറ്റ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എത്ര രൂപ നമ്മൾ ഉപയോഗിക്കും? അപ്പോൾ സ്വാഭാവികമായും ക്രെഡിറ്റ് കാർഡിന്റെ എൻഡിങ് ഡേറ്റ് ആകുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ കയ്യിൽ നിന്ന് AMC അവർ പിടിക്കും. അത് നമ്മൾ അറിയാതെ ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. അവരെ സംബന്ധിച്ച് അത് പ്രോഫിറ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചോ ലോസും കാര്യമായിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടുമില്ല. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ആദ്യം നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നമുക്ക് അർഹതയുണ്ടോ എന്നിവയെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ട് വേണം ക്രെഡിറ്റ് കാർഡിന് ആപ്ലിക്കേഷൻ തന്നെ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ 60% മാത്രം നമ്മൾ ഉപയോഗിക്കുക. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ പർച്ചേസ് ചെയ്യും. ഓൺലൈനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര തുടങ്ങിയ വെബ്സൈറ്റുകൾ ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ടുകൾ കിട്ടുന്നുണ്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമുക്ക് ഈ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഓഫ്ലൈനായിട്ടും ഓൺലൈൻ വഴിയും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഏതാണ്? ഈ SBI കാർഡാണോ അല്ലെങ്കിൽ ആക്സിസിൻ്റെ ആണോ HDFCയുടെ ആണോ? ഇവരുടെ വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ എന്തിനൊക്കെ ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ഷോപ്പിംഗ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. കൂടുതൽ ഡിസ്കൗണ്ടുകളും കൂടുതൽ ക്യാഷ് ബാക്കുകളും നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും റിവാർഡ് പോയിന്റുകൾ ക്ലെയിം ചെയ്യാറില്ല എന്നതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് ധാരാളം റിവാർഡ് പോയിന്റുകൾ കിട്ടുന്നുണ്ട്. ഈ റിവാർഡ് പോയിന്റുകൾ ഒന്നെങ്കിൽ ഗിഫ്റ്റ് വൗച്ചർ ആക്കുകയോ അല്ലെങ്കിൽ റീചാർജിനോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് അത് നിങ്ങൾ തീർക്കണം. കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ധാരാളം റിവാർഡ് പോയിന്റുകൾ കിട്ടുന്നുണ്ട്. ഈ റിവാർഡ് പോയിന്റുകൾ നിങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ബില്ലിങ്ങിനെ കുറിച്ചാണ്. അതായത് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് എൻഡിങ് ഡേറ്റ് എത്രയാണോ ആ ഡേറ്റിന്റെ തലേ ദിവസം കൊണ്ടുപോയിട്ട് നമ്മൾ പോയിട്ട് ബില്ല് പേയ്മെന്റ് ചെയ്യരുത്. അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യരുത്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. എപ്പോഴാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വന്നു ഒരാഴ്ചക്കുള്ളിലൊക്കെ നമ്മളത് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് സുഗമമായി ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കാം. ഏതൊക്കെ? ഫോൺ പേ അല്ലെങ്കിൽ മൊബിക്വിക്ക്, ക്രെഡിറ്റ് പോലുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അഡീഷണൽ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. എന്നാൽ അതല്ലാതെ ഡ്യൂ ഡേറ്റിനോട് അനുബന്ധിച്ചാണ് നമ്മൾ
പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പേയ്മെന്റ് കയറിയില്ലെങ്കിൽ പണി കിട്ടും. അത് സിബിൽ സ്കോർ ഇടിയാനും കൂടുതൽ ഇൻട്രസ്റ്റിലോട്ട് പോകാനുമുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഏത് ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നത്, എക്സാമ്പിൾ SBI കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് തന്നെ പേയ്മെന്റ് ചെയ്യുക. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ അവിടെ അവോയ്ഡ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇങ്ങനെ സ്മാർട്ടായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ സ്മാർട്ടായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം മികച്ച ഒരു ടൂൾ തന്നെയാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര രൂപയാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ ബാക്കപ്പ് പിടിച്ചിട്ട് വേണം ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ടൂള് നമ്മൾ വിദഗ്ധമായി നമ്മൾക്ക് ഉപയോഗിച്ച് കൂടുതൽ ലാഭം നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഈ അറിവ് കൂടുതൽ ഉപകാരമെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ഇതേപോലുള്ള അറിവുകൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.